and Jesus Christ, the incarnation of the divine word, ലോകം മുഴുവൻ സുവിശേഷ ശോഭ പരത്തി തങ്ങളുടെ ജീവിതം ദൈവജനത്തിനായി പരിപൂർണമായിട്ട് സമർപ്പിച്ചിരിക്കുന്ന പ്രേക്ഷിതരുടെ ഈ സംഗമം രാമപുരത്തിന് മാത്രമല്ല, പ്രത്യേകിച്ച് പാലാ രൂപതയുടെ തന്നെ അനുഗ്രഹ ദിവസമാണ്. ദൈവാനുഗ്രഹത്താൽ ഇന്ന് രാമപുരം ആയിരക്കണക്കിന് പ്രേക്ഷിതരുടെ സാന്നിധ്യത്താൽ ഒരിക്കൽ കൂടി ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. പിതാവിൻ്റെ പ്രേക്ഷിത ആഭിമുഖ്യമാണ് പാലാ രൂപത സ്വന്തമായി ഒരു മിഷൻ പ്രദേശം അദിലാബാദ് മിഷൻ എന്ന പേരിൽ ഏറ്റെടുക്കുക വഴി വ്യക്തമാക്കപ്പെട്ടതും. ഈ ചരിത്ര സംഭവത്തിൻ്റെ കാരണവും പ്രചോദനവും വഴികാട്ടിയും പാലാ രൂപതാധ്യക്ഷനായ മാർ ജോസഫ് കളറങ്ങാട്ട് പിതാവ് തൻ്റെ പ്രാർത്ഥനയും പ്രയത്നവും ജ്ഞാനവും വഴി സമസ്ത മേഖലകളെയും ദൈവാനുഗ്രഹപ്രദമാക്കുന്നു. അതുതന്നെ കളറങ്ങാട്ട് പിതാവിന് ഈ സദസ്സിൻ്റെ സ്നേഹോജ്വലമായ സ്വാഗതം ഞാൻ നേരുന്നു. നമ്മുടെ വലിയ പിതാവ് അഭിനന്ദന്മാർ ജോസഫ് പള്ളിക്കാപറമ്പിൽ പാലാ രൂപതയെ ഉന്നതങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയ മേലധ്യക്ഷനാണ്. ദീർഘകാലം പാലാ രൂപതയ്ക്ക് നേതൃത്വം നൽകി ഇന്ന് നമുക്കായി മിഷൻ അപ്പസ്റ്റലേറ്റ് വിഷയത്തിൽ ക്ലാസ് നയിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ രേഖയ്ക്കും, ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സിനും, ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽസിനും, വൈദികർക്കും, സിസ്റ്റേഴ്സിനും, സെമിനാരി വിദ്യാർത്ഥികൾക്കും, സന്യാസ അർച്ചനകൾക്കും സുഹൃതവും കൃപയുമായി ഇവിടെ തങ്ങളുടെ സാന്നിധ്യത്തിലൂടെ അനുഗ്രഹിച്ചിരിക്കുന്ന എല്ലാവർക്കും ഈ സംഗമത്തിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പല പ്രകാരത്തിൽ ഈ സംഗമത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ഇവിടെ വന്നെത്തിയിട്ടുള്ള പാലാ രൂപതയുടെ പാസ്റ്റർ കൗൺസിൽ അംഗങ്ങൾ, ഇടവക പ്രതിനിധികൾ, മറ്റെല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ദൈവത്തിന് സ്തുതി. പാലാ രൂപത പ്രേക്ഷിത സംഗമത്തിന്റെ രാജ്യശില്പി മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് ആമുഖ പ്രഭാഷണം നടത്തുന്നു. സീറോ മലബാർ സഭ ഈ ഒരു വർഷക്കാലം മിഷൻ ഇയർ ആയിട്ട് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരുന്ന കാര്യവുമാണിത്. ശാന്ത മിഷൻ പ്രഖ്യാപനത്തിന്റെ 50ാം വാർഷികം പ്രമാണിച്ചായിരുന്നു ഈ പ്രഖ്യാപനം. ഈശോയുടെ ശിരസിൽ പകരാൻ മേൽത്തലും നാർദീൻ തൈലം നിറഞ്ഞ കൽഭരണി തുറന്നപ്പോൾ ഭവനം മുഴുവനും സുഗന്ധം പടർന്നു. രൂപതയാകുന്ന വീട് മുഴുവനും ഈ മിഷനറി സുഗന്ധം വഹിക്കുന്ന ഇളം കാറ്റ് ഇപ്പോൾ വീശുകയാണ്. നടപടി 2:1 നാം വായിക്കുന്നു, പന്തക്കുസ്താ ദിനത്തിൽ അവരെല്ലാവരും ഒന്നിച്ച് ഒരു സ്ഥലത്ത് ആയിരുന്നപ്പോൾ, ഓംനസ് കോൺഗ്രെഗാറ്റി ഇൻ ഊനും, എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് ആയിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. ഇന്ന് നാം എല്ലാവരും രാമപുരം എന്ന ഈ സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. രാമപുരം ഇത്ര സുന്ദരിയായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. രാമപുരം തോത്ത പുൾക്ര സമ്പൂർണ്ണ സൗന്ദര്യവതിയായിരിക്കുകയാണ് ഇന്ന്. പാലാ രൂപതയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് രാമപുരം ഫൊറോന. പൗരാണിക ക്രിസ്തീയ മൂല്യങ്ങളുടെ തറവാട് ആണ് ഇത്. ധാരാളം വൈദികർക്കും സമർപ്പിതർക്കും അൽമായ പ്രമുഖർക്കും ജന്മം നൽകിയ നാട്. എല്ലാത്തിലും ഉപരിയായി വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചന്റെ
പുണ്യപ്പെട്ട ഭൗതിക അവശിഷ്ടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇവിടെ നാം ഒന്നിച്ചായിരിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മിലേക്കും ഇറങ്ങി വരും. I feel it is timely and relevant and appropriate that we explore the biblical foundation of the mission apostolate as we celebrate this Jubilee year. The aim of this lecture is to offer insights from the Bible which may help us to deepen our understanding of mission, widen its horizons, and help us to make it more relevant to the church in India today. My presentation is going to be very simple. The presentation begins with a reflection on our contemporary society, and it is followed by the presentation of the biblical foundation of the mission apostolate and its challenges for our times. Our time in history is characterized by an overwhelming advancement in technology, and especially in the area of media and instant global communications on the one hand. On the other hand, there is also a fracturing, frightening relativization of all that once regarded as permanent and sacred, like relationships and human persons, dignity of human persons. I am really provoked by the description given by George Carlin, one of the American comedians, the paradoxes of our time. He said, "Today we live in a world where there are higher buildings but shorter timbers. We have wider highways but narrower viewpoints. We have gone all the way to the moon and come back, but we have difficulty in crossing the street to meet our neighbors. We have split atom, but not our prejudices. We have conquered the outer space, but not always our inner space. We have added years to life, but not always life to the years. And as we know, these are the days of 2 incomes, but more and more divorces. These are the days of more beautiful houses, but more and more broken homes. Our high-tech world is creating a speed culture in which everything in life has to be instant, fast and forward, and we have no time. There is also a thin culture of relationship that is creeping in, and as a result, we live in a world where there is broken relationships and unfulfilled dreams. On the other hand, our period in history is also a period of blessings in abundance, with innumerous opportunities and promises of life in fullness. And it is in this context that we ask these simple questions. What does it mean to be a missionary according to the biblical spirituality? ആദരവോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.
never repay you enough. May we thank you and glorify you unceasingly in your church, crowned like a spouse and full of all help and blessing. For you are the Lord and Creator of all, forever and ever. Amen. Who reaches our bodies, you are the Savior of our souls and the preserver of our lives. We are bound always to thank, adore and glorify you, the Lord of all, forever. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എന്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കുവാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവരോട് ചോദിച്ചു, കർത്താവെ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഇപ്പോഴാണ്? അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. സമാധാനം നമ്മോടുകൂടെ. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനത്ത് എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അത് നമ്മുടെ പ്രവർത്തികളുടെ ഫലമായിട്ടല്ല, അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരം അനുസരിച്ചുമാണ്. ഈ കൃപാവരം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനത്തിൽ നമുക്ക് പ്രത്യക്ഷീഭവിച്ചിരിക്കുന്നു. അവൻ മരണത്തെ ഇല്ലാതാക്കുകയും തന്റെ സുവിശേഷത്തിലൂടെ ജീവനും അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. അവർ അങ്ങയുടേതായിരുന്നു. അങ്ങ് അവരെ എനിക്ക് നൽകി. അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു. അവിടുന്ന് എനിക്ക് നൽകിയതെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു. എന്തെന്നാൽ അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി. അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നുവെന്ന് സത്യമായി അറിയുകയും അങ്ങ് എന്നെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു. And I am really happy to celebrate this Holy Qurbana. We are all assembled just to thank the Lord, to praise the Lord for the gift of missionary vocations that the Lord has given to this particularly blessed diocese in India. We know that yesterday was the day of the vocations in the Universal Church in India. We have chosen another day, especially in Kerala. But the day of vocations is qualified by the Holy Father as the day for the prayer for vocations. Let us help all the churches that need our help, and thereby make the Universal Church really the place of glory of God, manifested through our own humble missionary endeavors. And His glory can be manifested only through us in this world. When He was born, the angels sang glory to God in the highest,
and peace to men on earth. And really the glory of God is the communion and peace of people here on earth. And let us be instruments of this peace and communion. And thereby let our church be the beacon of light of Christ in this world. And I conclude by all my felicitations to all of you. You have come in good numbers. Our vocation, it is to make ourselves to be more and more committed to the cause of Christ and His gospel in this world, especially in our own country. Come what may, we can surely work for Christ. Whatever may be the obstacles, for the servant of Christ, no obstacle is a hindrance to spread the gospel, because he will do it at the right time, in the right way, and in the right place. That is the working of the grace of the Lord in the missionaries. And let us be prudent. Let us not be hesitant. Let us not be afraid. But let us be courageous. Go forward in the wisdom that the Lord gives us. May the Lord bless all of us, especially the distinguished dignitaries of our church, who are strengthening us, who by their presence and words wanted to be really inspirers for us, because it is their duty also to be with us in the communion of the church. And to thank you also in one way or other. And we who have come from different parts of the church, thank you. We thank you and we glorify the Lord for the good work you are doing, not only in Pali, not only in India, but also in the different places of the world of Christ. May God bless us. May the grace of our Lord Jesus Christ be with us. May the inspirations of the Holy Spirit guide us more. May Mary, Mother of God, be always our intercessor. May St. Thomas the Apostle, the first one who got the light of Christ here, and let his light guide us. We are in his path. മിശിഹായുടെ മാർഗം തോമായുടെ മാർഗമായി സ്വീകരിച്ച് നമുക്ക് ആ തോമായുടെ മാർഗത്തിൽ ലോകത്തിലെവിടെയും മാർഗം തെളിച്ച് കർത്താവിനോടൊപ്പം നീങ്ങാം, അപ്പസ്തോലന്റെ തീക്ഷ്ണത കാണിക്കാം, അവനോടൊപ്പം മരിക്കുവാനുള്ള സന്നദ്ധത പ്രകാശിപ്പിക്കാം. പ്രിയമുള്ളവരെ, ഈ ഒരു ആത്മധൈര്യത്തോടുകൂടി മുന്നേറുവാൻ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുന്നു. ഞാൻ വളരെയേറെ ആഗ്രഹിച്ചു. ഇപ്പോൾ നിങ്ങളോടൊപ്പം ആയിരുന്നുകൊണ്ട് ഹൃദയത്തിൽ അനുഭവിക്കുന്നതുമായ ആനന്ദത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഉപസംഹരിപ്പിക്കുന്നു. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്യുന്നത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നാവുമായ ജീവിതത്തിനും കാരണമാകട്ടെ.
കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കർത്താവേ ശംസിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. മനുഷ്യാവതാരം വഴി തന്നെ ശൂന്യനാക്കി കുരിശുമരണത്തോളം താഴ്ത്തിയ ഉദ്ധിതനായ മിശിഹാ നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാറ്റിനെയും നവീകരിക്കുന്നവനായ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കട്ടെ. ദൈവത്തിന്റെ പ്രതിരൂപമായ മിശിഹായുടെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം പരത്തുവാൻ ത്രിത്വൈക ദൈവം നമ്മെ ശക്തരാക്കട്ടെ. എല്ലായിടത്തും സുവിശേഷം പ്രഘോഷിക്കുവാനും എല്ലാവർക്കും എല്ലാം ആകുവാനും തന്റെ തിരുസഭയെ അവിടുന്ന് പ്രാപ്തയാക്കട്ടെ. സഭയുടെ സുവിശേഷ പ്രഘോഷണ വേദികളാക്കി മാറ്റുവാൻ അവിടുന്ന് നിങ്ങളെ ശക്തരാക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.